ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊത്തു പൊറാട്ടയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പൊറാട്ടയ്ക്ക് ഒന്ന് നല്ല ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ പൊറാട്ടയ്ക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് ഒന്നും കൂടി ചെറിയ പീസായി കട്ട് ചെയ്യണം കേട്ടോ, ഒന്നും കൂടെ നല്ലത്. ഇനി ഇത് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ടൈമിൽ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പൊറാട്ടയ്ക്കകത്ത് ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സവാള ഏകദേശം ഇവിടെ വഴന്നു വന്ന ടൈമിൽ നമ്മൾ അതിലോട്ട് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയുടെ പൗഡറായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലകളൊന്നും വേണ്ട, ചിക്കൻ മസാല മാത്രം മതി ഉണ്ടെങ്കിൽ അത് മാത്രം മതി, ഒരു കുഴപ്പമില്ല. ഇനി നമ്മളതിലോട്ട് നമ്മുടെ എഗ്ഗ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. നമ്മുടെ ഈ മസാലയും എഗ്ഗും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പൊറാട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.